നമസ്കാരം. അക്കൗണ്ടിങ് പ്രോസസ്സ് ഒരു 4 ഹെഡുകളായിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ്. ചുരുക്കത്തിൽ ജേർണലൈസിങ് എന്നാണ് പറയുക. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മണി വാല്യൂ. എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ക്യാഷ് റിസീവ് ചെയ്യുക. പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. പേയ്മെൻറ്റ് ഓഫ് സാലറി, എംപ്ലോയീസിൻ്റെ സർവീസിന് പകരമായിട്ട് നമ്മൾ സാലറി കൊടുക്കുക. ഇതെല്ലാം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളാണ്. ഫിനാൻഷ്യൽ ഈവൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അസറ്റ്സിൻ്റെ വാല്യൂലുണ്ടാവുന്ന കുറവൊക്കെ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറയുക, ഡിപ്ലീഷൻ, ഒബ്സോളസൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം ഈവൻസുകൾ നോർമലി നമ്മൾ പീരിയോഡിക്കലിയാണ് റെക്കോർഡ് ചെയ്യുക. ട്രാൻസാക്ഷനുകൾ നമ്മൾ ദൈനംദിനം റെക്കോർഡ് ചെയ്ത് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറയുക സമ്മറൈസിങ് ആൻഡ് പ്രസൻറ്റിങ് ദം ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ടുകൾ. വർഷ അവസാനം ഈ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ നമുക്ക് ബിസിനസ്സിന് എന്ത് റിസൾട്ട് ഉണ്ടായി, എന്ത് പ്രോഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് ലോസ് ഉണ്ടായി എന്നറിയാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സമ്മറൈസിങ് ആൻഡ് പ്രസൻറ്റിങ് എന്നൊക്കെ പറയുക. അവസാനം അനലൈസിങ് ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് അനലൈസ് ചെയ്യുക. അതായത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം അറിയുക. അതുപോലെ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഓണേഴ്സ് ഒന്നാമത്, രണ്ടാമത് ചിലപ്പോൾ എംപ്ലോയീസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, ബാങ്കേഴ്സ് ആവാം, ഗവൺമെൻറ് ആവാം, ടാക്സ് അതോറിറ്റീസ് ആവാം. കാരണം ഇവർക്കെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പൊസിഷൻ അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്.